ഹലോ, വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ മഞ്ഞ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ കൊറിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് വളരെ 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 സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഇങ്ങനെ മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് നോക്കി അടിപൊളിയായിട്ട്, എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞിന് നമ്മളിങ്ങനെ ഈ പിക്ചറിലൊക്കെ കാണുന്ന അതേ സെയിം എന്താ പറയുക ആ രൂപം തന്നെയാണോ എന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന മഞ്ഞിൻ്റെ അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ്. അതിനുശേഷം ഞാൻ നേരെ റെഡി ആയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് പ്രോഗ്രാം 1 മണിക്കാണ്. അപ്പോൾ മഞ്ഞ് വീഴുന്നത് കാരണം തന്നെ റോഡ് ഫുള്ള് ബ്ലോക്കാണ്. നമുക്ക് പയ്യെ അതായത് ഒച്ചയഴയുന്നത് പോലെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുറച്ച് നേരത്തെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 10 മണിയായപ്പോഴത്തേക്ക് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എൻ്റെ പ്ലെഡ്ജ് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഇവിടെ അതായത് ഞങ്ങളുടെ ഈ ലൊക്കേഷനിൽ, ഞങ്ങളിപ്പം പോകുന്ന ഇമിഗ്രേഷൻ ഓഫീസിൻ്റെ ആ ലൊക്കേഷനിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരിക്ക് കൊറിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്. അപ്പം എൻ്റെ അടുത്ത് പ്ലെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോയത്. അവിടെ പോയി തെറ്റിക്കാൻ പാടില്ലല്ലോ. നമുക്ക് നല്ലതായിട്ട് വായിക്കാൻ അറിയാമെന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്, ചില ടൈമിൽ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് കൊറിയൻ ലാംഗ്വേജിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് എന്താ പറയുക ഫുള്ളങ്ങ് ബ്ലാങ്കായി പോവും, പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതായിപ്പോൾ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കാണാൻ ഇത് നോക്കിയേ മഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പുന്നി അപാര മഞ്ഞ്, ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ കാറ് നമ്മൾ ഈ മഞ്ഞുള്ള ടൈമിൽ കാർ ഓടിക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം പോകാൻ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് തെന്നിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ഒപ്പാക്ക് മഞ്ഞുള്ള ടൈമിൽ കാർ ഓടിക്കുന്നത് ഇഷ്ടേ അല്ല. പ്രത്യേകിച്ചും ഇത്തിരി അത്യാവശ്യം ദൂരെ പോകുന്ന സ്ഥലങ്ങളിൽ കാർ ഓടിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇന്ന് ഒരുപാട് മഞ്ഞ് വീഴുന്നു, അതേപോലെ തന്നെ ഭയങ്കര തണുപ്പായത് കാരണം ഞാൻ പറഞ്ഞ് നമുക്ക് ഇഴഞ്ഞായാലും കുഴപ്പമില്ല, കാറിൽ പോയാൽ മതിയെന്ന്. അങ്ങനെയാണ് നമ്മൾ കാറും എടുത്ത് ഇറങ്ങിയത്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കാണുന്ന കുറേ കാറുകളൊക്കെ പോകാൻ പറ്റാതെ ഇങ്ങനെ ടയറിൽ ഇങ്ങനെ മഞ്ഞിങ്ങനെ കയറിയിട്ട് ഗ്രിപ്പ് കിട്ടാതെ നിൽക്കുന്ന കുറച്ച് കാറുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലുമായിട്ട്. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മഞ്ഞങ്ങ് നിന്ന്. പക്ഷേ മഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് ഒരു പ്രശ്നം കണ്ടത്. കുറേ കാറുകൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ, എനിക്ക് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഇഷ്ടംപോലെ കാറുകൾ ഇങ്ങനെ പോകാൻ പറ്റാതെ ഗ്രിപ്പ് കിട്ടാതെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തെന്നിപ്പോകത്തക്ക രീതിയിലായി നിൽക്കുന്ന കുറേ കാറുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാറുകളെല്ലാം ഇങ്ങനെ റോഡിൻ്റെ സൈഡിലും റോഡിൻ്റെ നടുവിൽ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉപ്പായുടെ പ്രാർത്ഥിച്ചാണ് പോയത്, വേറൊന്നും കൊണ്ടല്ല. തിരിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ കുടുങ്ങി പോകുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പോകുന്ന സമയത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. കാരണം നമ്മുടെ കാറ് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം നമ്മളവിടെ കാറിൻ്റെ അവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാം 1 മണിക്കല്ല, അതിന് മുമ്പേ കറക്റ്റ് ടൈമിന് എത്തുകയും വേണം. അങ്ങനെ ഞാൻ ഉപ്പായോട് പ്രാർത്ഥിച്ച് എഴഞ്ഞ് പോവുകയാണ്. അപ്പോൾ എത്രത്തോളം സ്പീഡ് കുറച്ച് പോകാൻ പറ്റുമോ അത്രത്തോളം സ്പീഡ് കുറച്ചാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ വിചാരിക്കുകയാണ്, നമ്മൾ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ സ്പീഡിന് പോകാൻ പറ്റും എന്നുള്ള ആ രീതിക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് നോക്കിയ ഒരുപാട് കാറുകൾ ഇങ്ങനെ, മുമ്പിലുള്ള കാറുകൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങി പോകുന്നത് കാരണം തന്നെ പുറകിലുള്ള കാറും ഇങ്ങനെ അനങ്ങിയല്ലേ പോകുന്നത്. അങ്ങനെ ഒരുപാട് ട്രാഫിക്കായിരുന്നു. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഇമിഗ്രേഷൻ ഓഫീസിലോട്ട് ഒരു 40 മിനിറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു ഇഴഞ്ഞ് അവിടെ എത്താൻ. ഇപ്പോൾ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 11 പോകുന്നത്. അത്രയ്ക്ക് സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്ലിപ്പായി പോകും. പിന്നെ അതൊരു അപകടം ഉണ്ടാവാനുള്ള കുറേ സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും കെയറിങ് ആയിട്ട് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെ പോയി എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. വേറൊന്നുമല്ല, കാറിൽ പോകാമെന്നുള്ള ഐഡിയ എൻ്റേതായിപ്പോയി. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ, പോകാൻ പറ്റാതായി കഴിഞ്ഞാൽ പറയും നിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കാണുന്ന റെഡ് കളർ വണ്ടി ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ ഉപ്പ് വിതറുന്ന വണ്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ
അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് 12 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 1 മണിക്കൂറുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാസ്ത റെസ്റ്റോറൻറ്റിലാണ്. ഇത് നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്നു, പക്ഷേ അവരിപ്പോൾ സ്റ്റോറ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ഫേവറേറ്റ് ആയിട്ടുള്ള പാസ്ത കഴിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വീടിനടുത്തുള്ള ആ ഷോപ്പിലെ പാസ്തയായിരുന്നു കുറച്ചുകൂടെ ടേസ്റ്റ്. ഇവിടെയും സെയിം മെനു തന്നെയാണ്. ഇനി എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല. കുക്ക് ചെയ്യുന്ന ആൾക്കാരുടെ രീതിക്കനുസരിച്ച് ടേസ്റ്റ് മാറുമല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്ന കാരണം അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ഒപ്പായും കൂടെ നമ്മളിനി നേരെ ഇവിടോട്ട് പോവുകയാണ്, ഈ സെറമണി നടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കൊറിയൻ സിറ്റിസൺഷിപ്പ് എങ്ങനെയാണ് കിട്ടിയത്, ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, എത്ര നാൾ വെയിറ്റ് ചെയ്യണം, എത്ര നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മതി കേട്ടോ. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം പിന്നെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് ക്യാൻസലായി പോകുമല്ലോ. നമുക്ക് OCI എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടും. അപ്പം നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പും OCI കാർഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഈ OCI കാർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഫാമിംഗ് ലാൻഡുകൾ വാങ്ങാൻ പറ്റത്തില്ല, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പോൾ ഞാനെന്തായാലും വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ഗവൺമെൻറ് ഓഫീസിലും ജോലി ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇന്ത്യൻ പാസ്പോർട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് മഞ്ഞ് ഒരുപാട് വീണിട്ടില്ലായിരുന്നു. മഞ്ഞ് വീഴുന്നത് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുട എടുക്കാതെയാണ് പോയത്. പിന്നെ പെട്ടെന്ന് മഞ്ഞ് വീണത് കാരണം എനിക്ക് ഉപ്പാടെ കോട്ട് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മുടി സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അതിൽ ഫുള്ള് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ സെറ്റ് ചെയ്തതെല്ലാം പോകുമല്ലോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കാണാം, ഞാൻ ഒരു 10-15 പേരെ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ കാണാം ഇന്ന് കൊറിയൻ സിറ്റിസൺഷിപ്പ് കിട്ടുന്ന ഏകദേശം ഒരു 98 പേരുണ്ടായിരുന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്ലഡ്ജ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ കൈയും കാലമൊക്കെ വിറയ്ക്കൊന്നൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒപ്പ എൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഒപ്പ എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പ തൊട്ട് സൈഡിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പ്ലഡ്ജ് ചെയ്യുന്നത് ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പ്രാക്ടീസ് ചെയ്തു. അതായത് ഞാൻ പ്ലഡ്ജ് ഓരോന്നിങ്ങനെ പറയുന്ന സമയത്ത് ഓരോരുത്തരായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്തത്. 앞으로 나와주시고 다른 분들은 모두 자리에서 일어나 주시기 바랍니다. 나는 자랑스러운 대한민국 국민으로서 대한민국의 헌법과 법률을 준수하고 국민의 책임과 의무를 다할 것을 엄숙히 선서합니다. 2024년 11월 27일 지자니사. അങ്ങനെ ഓത്ത് ടേക്കിംഗ് സെറിമണി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് കിട്ടാൻ പോകുന്നത്. നമ്മുടെ കൊറിയൻ സിറ്റിസൺഷിപ്പ് നമ്മൾ കൊറിയക്കാരിയായി എന്ന് കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇനി ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നമ്മുടെ പാസ്പോർട്ട് ചേഞ്ച് ആക്കണം. പിന്നെ ID കാർഡ് ചേഞ്ച് ആക്കിയാൽ മാത്രം മതി. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, ഈ കൊറിയ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പാടുള്ളൊരു കാര്യമാണ്. നമ്മൾ കൊറിയക്കാരുടെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ച് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല. ഇവിടുത്തെ ഗവൺമെൻറ് ലോ അനുസരിച്ചിട്ടുള്ള എക്സാം പാസ്സാവണം, കൊറിയൻ ലാംഗ്വേജ് അറിയണം, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം താണ്ടിയാണ് ഫൈനലി ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ എടുത്ത ഒരുപാട് എഫേർട്ടുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് കൊറിയൻ ഹിസ്റ്ററിയും അതും ഇതൊക്കെ ഒരുപാട് പഠിക്കേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫൈനലി എൻ്റെ ഈ സന്തോഷ നിമിഷം വന്നിട്ടുണ്ട്. ഇനി പാസ്പോർട്ടെല്ലാം ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.